ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞ പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു പ്രോബ്ലം ഏരിയ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്റ്റ്, നെയ്മലി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്താലും അവിടെ രണ്ട് ആസ്പെക്റ്റ് കാണാം. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റിന് ഈക്വലായിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്നതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ എടുക്കുക വെച്ചാൽ അത് രണ്ട് ആസ്പെക്റ്റ് ആയിരിക്കും. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കും. ഇതിലാണ് നമ്മൾ വേണ്ടത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? ഒരു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ആണ്. ഇനി നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അസറ്റ് എന്നത് ഇക്വിറ്റീസിന് ഈക്വലാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റലാണ് ഇക്വിറ്റീസിന് ഈക്വലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷനാണ് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കുക. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം? ക്യാപിറ്റലും കണ്ടുപിടിക്കാം, ലാബിലിറ്റീസും കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റീസ്, ദെൻ ലാബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ഒറ്റ ഇക്വേഷൻ ആണ്, അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ തെളിയിക്കുകയാണ് അസറ്റ് എന്തിന് ഈക്വലാണ്, ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വലാണ് എന്നതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. ആ കാര്യം എല്ലാവരും ഫസ്റ്റ് മനസ്സിലാക്കണം. അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. എന്താണ് പ്രസൻറ്റ് ചെയ്യണത്? അസറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വലാണ് എന്നീ കാര്യം പ്രസൻറ്റ് ചെയ്യാണ്. അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഫോളോവിങ് ആർ ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മിസ്റ്റർ അരുൺസ് ബിസിനസ്. യൂസ് ദി അക്കൗണ്ടിങ് ഇക്വേഷൻസ് ടു ഷോ ദി എഫക്റ്റ് ഓഫ് ഹിസ് അസറ്റ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. താഴെ നൽകിയിട്ടുള്ളത് മിസ്റ്റർ അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബിസിനസ്സിലെ കുറച്ച് ട്രാൻസാക്ഷനാണ്. അത് വെച്ചിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അസറ്റ് എങ്ങനെ ലാബിലിറ്റീസിനെയും ക്യാപിറ്റലിനെയും ബാധിക്കും. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു ഭാഗത്ത് നിന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയക്ക് നല്ല പ്രാധാന്യം നൽകുക. ഈ ഒരു ചോദ്യത്തിൽ 8 ട്രാൻസാക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ അല്ല. അതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 50,000. 50,000 രൂപക്ക് തുടങ്ങി ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങി. അപ്പോൾ ഒരുവിധം എല്ലാ ചോദ്യത്തിലും ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇതന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യാൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു കോളം ട്രാൻസാക്ഷൻസ്, നമുക്ക് 8 ട്രാൻസാക്ഷൻ ഉണ്ട്. ആ 8 ട്രാൻസാക്ഷൻസും എഴുതാൻ ഒരു കോളം. ഓക്കെ അല്ലോ. പിന്നീട് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ വലിയൊരു കോളം നൽകണം. അസറ്റ് എന്തിന് ഈക്വലാണ്? ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വലാണ്. ഓക്കെ അല്ലോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇവിടെ അസറ്റുകൾ വരുന്നത്. ഇതെന്താണ്? ലാബിലിറ്റീസും ക്യാപിറ്റലുമാണ്. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്താണ്? 50,000 രൂപ വെച്ചിട്ട് ബിസിനസ് തുടങ്ങണം. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതണം. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വെയിറ്റ് ചെയ്യാണ്.
അപ്പോൾ അസറ്റിൽ ക്യാഷ് നെയ്ത എത്രയാണ് ക്യാഷ് വരുന്നത് 50,000 രൂപ. അതോടൊപ്പം തന്നെ അരുൺ എന്തുണ്ട് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ നെയ്ത അല്ലേ, ക്യാപിറ്റൽ എത്രയാണ് 50,000 ആണ്, ക്യാഷ് എത്രയാണ് 50,000. അപ്പോൾ ക്യാഷ് വന്നു അല്ലെ, ക്യാപിറ്റലും വന്നു. ഫസ്റ്റ് ട്രാൻസാക്ഷന് സ്റ്റാർട്ടഡ് ബിസിനസ്സാണ്, ഇവിടെ ക്യാഷ് വന്നു, ഇവിടെ ക്യാപിറ്റലും വന്നു. എന്തായി അസറ്റ് എന്തിന് ഈക്വലായി, ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വലായി. ഇവിടെയും 50,000 ആണ്, ഇവിടെയും 50,000 ആണ്. ദെൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കാം. സെക്കൻഡ് ട്രാൻസാക്ഷൻ പറയുന്നത് ബ്രോഡ് മെഷീനറി ഫോർ ക്യാഷ് 10,000 അല്ലേ, 10,000 രൂപക്ക് മെഷീനറി വാങ്ങി, ക്യാഷിനാണ് വാങ്ങുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം, ക്യാഷിനാണോ കടത്തിനാണോ, ഇവിടെ എന്താ വാങ്ങുന്നത് ക്യാഷിനാണ് വാങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷിൽ നിന്ന് 10,000 രൂപ കുറക്കാം. ഓക്കെ അല്ലോ, ക്യാഷിൽ നിന്ന് 10,000 രൂപ കൊടുക്കാം. ദെൻ 10,000ത്തിൻ്റെ മെഷീനറി എന്താണ് അസറ്റാണ്, അസറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷിൽ നിന്ന് 10,000 രൂപ പോയി, മെഷീനറി ആയിട്ട് 10,000 വന്നു. ഓക്കെ അല്ലോ. അപ്പോൾ ഇങ്ങനെ 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 50,000 നിന്ന് 10,000 കുറച്ച് കഴിഞ്ഞാൽ 40,000 കിട്ടും. ഇവിടെ 10,000 അല്ലേ, എത്രയായി ടോട്ടൽ 50,000 ആയി. ഇവിടെയും 50,000. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തെ 2 ട്രാൻസാക്ഷൻ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്താം. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷനിലേക്ക് കടക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 15,000, 15,000 രൂപക്ക് എന്ത് വാങ്ങി, ഗുഡ്സ് വാങ്ങി. ഗുഡ്സാണ് ഇവിടെ വാങ്ങുന്നത്. ഗുഡ്സ് വാങ്ങുമ്പോൾ നമുക്ക് സ്റ്റോക്കാണ് കൂടുക. ഇവിടെ ശ്രദ്ധിക്കുക, 15,000 രൂപ ക്യാഷ് എന്ന് പോയി അല്ലേ. ആദ്യം 10,000 രൂപക്ക് മെഷീനറി വാങ്ങി, ഇവിടെ 15,000 രൂപക്ക് എന്ത് വാങ്ങി, ഗുഡ്സ് വാങ്ങി. ദെൻ മെഷീനറിയിൽ യാതൊരു എഫക്റ്റും ഇല്ല, 0 ഇടുക. ഇവിടെ സ്റ്റോക്ക് അല്ലേ, ഗുഡ്സ് അതുകൊണ്ട് സ്റ്റോക്ക് 15,000 രൂപൻ്റെ വന്നു. അപ്പോൾ ക്യാഷിൽ നിന്ന് 15,000 പോയി, ഇവിടെ 15,000 രൂപ വന്നു. ദെൻ പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുക. പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ 40,000 നിന്ന് 15,000 പോയി കഴിഞ്ഞാൽ 25,000 കിട്ടും. 10,000 ഇവിടെ 10,000 കിട്ടും. ഇവിടെ 15,000. അപ്പം നമുക്ക് ഇവിടെ ടോട്ടൽ അല്ലേ എത്ര കിട്ടി, ഇവിടെ 50,000 കിട്ടി. അസറ്റിൽ 50,000 കിട്ടി. അതുപോലെ തന്നെ ലാബിലിറ്റീസും തന്നെയാണ് 50,000 ആണ്. ഓക്കെ ആണല്ലോ. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ദെൻ ഫോർത്ത് ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഫോർത്ത് ട്രാൻസാക്ഷൻ, നാലാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ ഓൺ ക്രെഡിറ്റ്. എൻ്റെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നത്. ക്രെഡിറ്റിനാണ് കേട്ടോ, ക്യാഷിനല്ല, ക്രെഡിറ്റിനാണ്. ഓക്കെ ആണല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി. അപ്പോൾ ആദ്യം ഗുഡ്സ് കൂടി അല്ലേ, ഗുഡ്സ് കൂടി. ഗുഡ്സ് അല്ലേ, നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിലാണ് കാണിക്കുക, സ്റ്റോക്കിലാണ് കാണിക്കുക. എന്ത് ചെയ്തു, സ്റ്റോക്ക് കൂടി. സ്റ്റോക്ക് എത്ര രൂപേൻ്റെ കൂടി അല്ലേ, 5,000 രൂപയുടെ സ്റ്റോക്ക് കൂടി. 5,000 രൂപയുടെ സ്റ്റോക്ക് കൂടി. ദെൻ ക്രെഡിറ്റേഴ്സ് വന്നു. ലാബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ്, ഇവിടെ ക്രെഡിറ്റേഴ്സ് നെയ്ത ക്രെഡിറ്റേഴ്സ് വന്നു. ഓക്കെ അല്ല, ക്രെഡിറ്റേഴ്സ് വന്നു. അപ്പോൾ ഇനി പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുക. 25,000 നിന്ന് 25,000 തന്നെ കിട്ടും. ഇവിടെ 10,000 കിട്ടും. ഇവിടെ 15ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 20,000 കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ 30, ദെൻ 30 55 എന്ന് കിട്ടും. ഇവിടെയും 55 എന്ന് കിട്ടും. അപ്പോൾ അസറ്റ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ്, അസറ്റ് ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വലാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ. ഓക്കെ അല്ല, അഞ്ചാമത്തെ എന്താണ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് ഗുഡ്സ് വിറ്റു ഇല്ലേ. 10,000 രൂപയുടെ ക്യാഷ് വന്നു. 10,000 രൂപയുടെ ക്യാഷ് സ്ഥാപനത്തിൽ വന്നു. 10,000 രൂപയുടെ ക്യാഷ് സ്ഥാപനത്തിലേക്ക് വന്നു. ക്യാഷിൽ 10,000 കൂട്ടി. എന്ത് പോയി, 10,000 രൂപയുടെ ഗുഡ്സ് പോയി. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് 10,000 കുറക്കാം. ഓക്കെ അല്ലോ, വളരെ സിമ്പിളാണ്. സോൾഡ് ഗുഡ്സ് അല്ലെ, ക്യാഷ് വന്നു, സ്റ്റോക്ക് കുറഞ്ഞു. പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ 35 എന്ന് കിട്ടും. ഇവിടെ 10,000 കിട്ടും.
ഇവിടെയും 10,000 കിട്ടും. ടോട്ടൽ 55, ഇവിടെയും 55, ഇവിടെയും 55. ഓക്കെ അല്ലോ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ടു എക്ക് 2,000 രൂപ കൊടുത്തു. അപ്പോൾ ക്യാഷ് എന്ത് പോയി? എക്ക് 2,000 രൂപ കൊടുത്തു അല്ലേ? എ നമ്മളുടെ ക്രെഡിറ്റർ ആയിരുന്നു, കടക്കാരനായക്ക് 2,000 രൂപ കൊടുത്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ എക്ക് 2,000 രൂപ കൊടുത്തപ്പോൾ ക്യാഷിൽ നിന്ന് 2,000 രൂപ പോയി. ഇവിടെ അല്ലേ ക്രെഡിറ്റേഴ്സിൽ നിന്ന് 2,000 രൂപ പോയി അല്ലേ? കൊടുത്തില്ലേ? 5,000 രൂപ കൊടുക്കാണ്ടായിരുന്നു, അതിൽ 2,000 കൊടുത്തു. ഇനി ന്യൂ ഇക്വേഷൻ, ഇവിടെ 33 കിട്ടും, ഇവിടെ 10,000 തന്നെ, ഇവിടെ 10,000 തന്നെ, ഇവിടെ 5,000 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3, ദെൻ 58 അല്ലേ? ഇവിടെ 50. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഇവിടെ 58 കിട്ടും, ഇവിടെയും 58 കിട്ടും. എന്താണ്? അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 7ാമത്തെ ട്രാൻസാക്ഷന് സോൾഡ് ഗുഡ്സ് ടു ബി ഓൺ ക്രെഡിറ്റ് അല്ലെ? ബിക്ക് 3,000 രൂപക്ക് ഗുഡ്സ് വിറ്റു. അങ്ങനെ വരുമ്പോൾ ഗുഡ്സിൽ നിന്ന് 3,000 രൂപ പോയി. ഗുഡ്സിൽ നിന്ന് 3,000 രൂപ പോയി. ഗുഡ്സിൽ നിന്ന് 3,000 രൂപ പോയി. ഗുഡ്സ് 3,000 കുറച്ചു. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റിനാണ് വിറ്റിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഡെപ്റ്റേഴ്സ് വരും. 3,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് വന്നു. അപ്പോൾ സാധനം ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ എന്ത് വരും? ഡെപ്റ്റേഴ്സ് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ 8ാമത്തെ ട്രാൻസാക്ഷൻ, 8ാമത്തെ എന്താണ്? റിസീവ് ഫ്രം ബി എ ചെക്ക് ഫോർ ₹1,000. ബിയുടെ കയ്യിൽ നിന്ന് 2,000 രൂപയുടെ ചെക്ക് വാങ്ങി അല്ലേ? ക്യാഷ് വന്നു, 2,000 രൂപയുടെ ക്യാഷ് വന്നു. അതുപോലെ തന്നെ അല്ലേ ബി ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് പറഞ്ഞു? അയാൾ 2,000 രൂപയുടെ ചെക്ക് വാങ്ങിയില്ലേ? 2,000 രൂപ കുറഞ്ഞു. അങ്ങനെ ഇനി പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ 35 എന്ന് കിട്ടും, ഇവിടെ 10 എന്ന് കിട്ടും, ഇവിടെ 7 എന്ന് കിട്ടും, ഇവിടെ 1,000 എന്ന് കിട്ടും, ഇവിടെ അല്ലേ ഇവിടെയും 53, ഇവിടെയും 53 വരും. ഓക്കെ അല്ല. ചോദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് പഠിക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോദ്യം നോക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ക്യാഷ് വരുന്നറിയാം അല്ലേ? ഇവിടെ ക്യാഷ് വരുന്നറിയാം. അപ്പോൾ എല്ലായിടത്തും ക്യാഷ് ഉണ്ട്. ദെൻ മെഷീനറി വരുന്നുണ്ട്, സ്റ്റോക്ക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ട് മനസ്സിലാക്കണം. ദെൻ ഇവിടെ അല്ലേ എക്ക് പെയ്ഡ് ചെയ്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ അല്ല. ഇനി ഇവിടെ അല്ലേ സോൾഡ് ഗുഡ്സും ക്രെഡിറ്റ് ഡെപ്റ്റർ വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ക്യാഷ് ബില്ലിൽ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. ബുക്ക് എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം, എന്നാലേ അക്കൗണ്ട് ഇക്വേഷൻ പഠിയുള്ളൂ. കുറച്ചൊക്കെ കൺഫ്യൂഷനുള്ള ഏരിയയാണ്, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗം കുറച്ചും കൂടിയൊക്കെ എളുപ്പത്തിലാവും. ഓക്കെ അല്ലോ. അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു ചോദ്യം കൂടി നോക്കാം. ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും പഠില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ അല്ലോ. അടുത്ത ചോദ്യം. രോഹിത് ആസ് ഫോളോയിങ് ട്രാൻസാക്ഷൻ. രോഹിതിൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻ നൽകിയിട്ടുള്ളത്. അത് വെച്ചിട്ട് എന്താ പറയുന്നത്? പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷന് പ്രിപ്പയർ ചെയ്യാനാണ്. ഷോ ദി എഫക്റ്റ് ഓഫ് അബൌട്ട് ട്രാൻസാക്ഷൻ അസറ്റ് ലാബിലിറ്റീസ് ക്യാപിറ്റൽ അല്ലേ? അസറ്റ് എങ്ങനെയാണ് ക്യാപിറ്റലിനെയും ലാബിലിറ്റീസിനെയും ബാധിക്കുന്നത് കാണുക. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദ്യം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അല്ലേ ഫോർമാറ്റ് വരക്കാം. ട്രാൻസാക്ഷന് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ അല്ലെ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 1,50,000 രൂപക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്യാഷിലും 1,50,000 വന്നു, ക്യാപിറ്റലിലും 1,50,000 വന്നു. ആദ്യത്തേത് യാതൊരു ഡൗട്ടും ഇല്ലാതെ ഫിൽ ഇതാക്കുക അല്ലേ. ക്യാഷ് 1,50,000 റെക്കോർഡ് ചെയ്തതു. ഇവിടെ ക്യാപിറ്റലിലും 1,50,000 റെക്കോർഡ് ചെയ്തു.
ഓക്കെ അല്ലോ. ഇനി സെക്കൻഡ്, പർച്ചേസ്ഡ് മെഷീനറി ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിനാണ് മെഷീനറി വാങ്ങുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. രണ്ട് രീതിയിലാണ് പർച്ചേസ് നടക്കുക, ഒന്ന് ക്യാഷിനും ഒന്ന് ക്രെഡിറ്റിനും. ക്രെഡിറ്റിനാണ് വാങ്ങിയത്. അപ്പോൾ ഇവിടെ ആദ്യം മെഷീനറി എന്ന് പറയുന്ന അസറ്റ് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മെഷീനറി എന്ന് കൊടുത്തു. ആ മെഷീനറി വന്നു അല്ലേ, 40,000 രൂപയുടെ മെഷീനറി വന്നു. അതിനോടൊപ്പം എന്തും വന്നു, ക്രെഡിറ്റിനായതുകൊണ്ട് ക്രെഡിറ്റേഴ്സും കൂടി വന്നു. അപ്പോൾ 40,000 രൂപയുടെ മെഷീനറി വന്നു, അതിനോടൊപ്പം തന്നെ 40,000 രൂപയുടെ ക്രെഡിറ്റേഴ്സും വന്നു. നമ്മൾ ക്രെഡിറ്റിനാണ് മെഷീനറി വാങ്ങിയിട്ടുള്ളത്. ഇനി പുതിയ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. അല്ലെ, ഇവിടെ 1,50,000 എന്ന് കിട്ടും, ഇവിടെ 40,000 കിട്ടും, ഇവിടെയും 40,000 എന്ന് കിട്ടും. ഓക്കെ അല്ലോ. ദെൻ ഇവിടെ 1,50,000 എന്ന് കിട്ടും അല്ലേ. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, രണ്ടിടത്തും എന്താണ് 1,90,000 ആണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്, പർച്ചേസ് ഗുഡ്സ് ആണ്. ഗുഡ്സ് വാങ്ങുമ്പോൾ സ്റ്റോക്കാണ് കൂടുക, നല്ലോണം ശ്രദ്ധിക്കണം. ഗുഡ്സ് വാങ്ങുമ്പോൾ എന്താ കൂടുക, സ്റ്റോക്കാണ് സ്ഥാപനത്തിൽ കൂടുക അല്ലേ. ക്യാഷ് പോയി, 20,000 രൂപ പോയി, സ്റ്റോക്ക് വന്നു. 20,000 രൂപ പോയി, സ്റ്റോക്ക് വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 20,000 രൂപ ക്യാഷിൽ നിന്ന് 20,000 രൂപ പോയി, സ്റ്റോക്ക് 20,000 രൂപേൻ്റെ വന്നു. നമ്മൾ ഇത് പുതിയ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഇവിടെ 13,000 കിട്ടും, ഇവിടെ 1,30,000, ഇവിടെ 40, ഇവിടെ 20. ദെൻ ഇവിടെ 40,000, ഇവിടെ 1,50,000, 1,90,000 എന്നുള്ള എമൗണ്ട് അവിടെയും കിട്ടും. ഓക്കെ ആണല്ലോ. നാലാമത്തെ ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് കാർ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി 80,000 രൂപയ്ക്ക് കാറ് വാങ്ങി. അതിന് കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെ, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷിൽ നിന്നും 80,000 പോവും, ക്യാപിറ്റലിൽ നിന്നും 80,000 പോവും. ക്യാഷിൽ നിന്നും 80,000 കൊടുക്കുക, ക്യാപിറ്റലിൽ നിന്നും 80,000 കൊടുക്കുക. ഒന്ന് നോക്കാം അല്ലെ. ഇവിടെ പർച്ചേസ്ഡ് കാർ ഫോർ പേഴ്സണൽ യൂസ് 80,000 ക്യാഷിൽ നിന്ന് പോയി, 80,000 ക്യാപിറ്റലിൽ നിന്നും പോയി. ഓക്കെ അല്ലോ. ഇനി 1,30,000 80,000 പോയി കഴിഞ്ഞാൽ 50,000 കിട്ടും, ഇവിടെ 40,000 കിട്ടും, ഇവിടെ 20,000 കിട്ടും. ഓക്കെ, ഇവിടെ 40,000, ഇവിടെ 70,000. അവിടെ എന്തുതന്നെയാണ്, അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ, പെയ്ഡ് ക്രെഡിറ്റേഴ്സ് ഫോർ ഫുൾ സെറ്റിൽമെൻറ്റ്. ഈ ഒരു ട്രാൻസാക്ഷൻ നല്ലോണം ശ്രദ്ധിക്കുക. 38,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. 38,000 രൂപ നമ്മുടെ ക്യാഷിൽ നിന്ന് പോയി. പക്ഷേ എന്ത് ചെയ്തു, അത് ക്രെഡിറ്റേഴ്സിനെ ഫുള്ളായി സെറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ക്രെഡിറ്റേഴ്സിൽ ബാലൻസ് ഉണ്ടായിരുന്നത് 40,000 ആണ്. അതിൽ 38,000 കൊടുത്തിട്ട് അവർ സെറ്റിൽ ചെയ്ത് പറഞ്ഞാൽ 2,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നുണ്ട്. അത് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്യാഷിൽ നിന്ന് 38,000 പോയി അല്ലേ, ക്രെഡിറ്റേഴ്സ് 40,000 പോയി, നമ്മുടെ ഫുള്ള് സെറ്റിൽ ചെയ്തല്ലോ. 2,000 രൂപ എന്തുണ്ട്, ലാഭമുണ്ട്. അത് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പെയ്ഡ് ക്രെഡിറ്റേഴ്സ് ഫോർ ഫുൾ സെറ്റിൽമെൻറ്റ്, 38,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, 40,000 രൂപയും കൊടുക്കാണ്ടായിരുന്നത് 2,000 രൂപ എന്താണ്, ലാഭമാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ദെൻ അടുത്ത ട്രാൻസാക്ഷന് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലേ. ക്യാഷിന് ഗുഡ്സ് വിറ്റു, കോസ്റ്റിംഗ് ₹5,000 ഫോർ 4,500. 5,000 രൂപയുടെ കോസ്റ്റുള്ള സാധനം 4,500 വിറ്റു. 4,500 വിൽക്കുന്നത്. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് എത്രയാണ്, 4,500. അത് ക്യാഷിൽ ആഡ് ചെയ്യുക. 4,500 ക്യാഷ് കിട്ടി, അത് ക്യാഷിൽ ആഡ് ചെയ്യുക. ദെൻ 5,000 രൂപയുടെ സ്റ്റോക്കാണ് നമ്മുടെ സ്ഥാപനത്തിൽ, 5,000 രൂപയുടെ സ്റ്റോക്കാണ്. ആ 5,000 അവിടെ കാണിക്കുക. ബാക്കിയുള്ളത് അല്ലേ, അവിടെ ഒരു ബാക്കിയുള്ള എന്താണ്, നഷ്ടമായിട്ട് എന്ത് ചെയ്യാം, ക്യാപിറ്റലിൽ നിന്ന് കുറക്കുക. ലോസാണ്. 5,000 രൂപയുടെ സാധനം 4,500 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ നഷ്ടമാണ്. അത് ക്യാപിറ്റലിൽ നിന്ന്
കുറച്ച് കാണിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് കമ്മീഷൻ റിസീവ് ചെയ്യണം. ക്യാഷ് കിട്ടുകയാണ് അല്ലേ, ക്യാഷ് കിട്ടുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കില്ല. ക്യാഷ് കിട്ടി, 2000 രൂപയുടെ ക്യാഷ് കിട്ടി. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും കൂടി. കമ്മീഷൻ ആയതുകൊണ്ട് ലാബിലിറ്റിയാണ് കൂടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റേഴ്സ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാബിലിറ്റിയാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി എന്ത് ചെയ്യാണ്, കമ്മീഷൻ വാങ്ങുകയാണ്. അവിടെ ലാബിലിറ്റിയാണ് കൂടുന്നത്. കമ്മീഷൻ ക്യാഷ് കിട്ടി, ലാബിലിറ്റി കൂടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും, ക്യാഷും കൂടും ക്യാപിറ്റലും കൂടും. ഒന്ന് അല്ലേ, ഫർണിച്ചറോ മെഷീനറി എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ മെഷീനറി കൂടും, ഒന്നില്ലെങ്കിൽ ക്യാഷ് നിന്ന് കുറയും, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വരും. രണ്ടാമത്തത് ദെൻ നമ്മൾ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, ക്യാഷ് നിന്ന് കുറയും, സ്റ്റോക്ക് കൂടും. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും പണം പിൻവലിച്ചു കഴിഞ്ഞാൽ ക്യാഷ് നിന്നും കുറയും, അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും കുറയും. ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പ്രോബ്ലംസ്, നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോബ്ലംസ് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുക. അപ്പോൾ എന്ത് ചെയ്യും, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.